ഇലക്ഷന് ശേഷമാണ് മതിൽ പൂർണ്ണമായി തകർക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളുമായി CPM ആളുകൾ പോയത്. അതിനൊക്കെയുള്ള തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്ന് നമുക്കറിയാം. പയ്യന്നൂരിന്റെ ചരിത്രം, പയ്യന്നൂരിൽ ജനാധിപത്യത്തിൻ്റെ വസന്തം വിരിഞ്ഞിരിക്കുകയാണ്. ഏറെ കാലത്തിന് ശേഷം പയ്യന്നൂരിൽ നമുക്ക് ജനാധിപത്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കുന്നൊരു വിജയമാണ് ശ്രീ വി കുഞ്ഞികൃഷ്ണനിൽ കൂടി പയ്യന്നൂരിലെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് വിശദമായി കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ജനാധിപത്യം തകർക്കുന്ന രീതിയിലുള്ള സമീപനമാണ് LDFന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം തകർക്കാനുള്ള ശ്രമം തുടക്കം മുതൽ നടത്തിയതാണ്. പയ്യന്നൂരിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു കക്ഷി എഴുതിയ ചുമര് മായ്ച്ച് അന്ന് രാത്രി തന്നെ മറ്റൊരു കക്ഷി അതേ ചുമരെഴുതുന്ന ഒരു രീതി ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. ചുമരെടുത്ത് വായിച്ചാൽ തർക്കങ്ങളെല്ലാം ഉയർന്നു വരാറുണ്ട്. അത് എഴുതുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പക്ഷെ എഴുതിയ മതിൽ, കണ്ടക്കോരമുക്കിൽ അന്നൂര് ഇവിടെ അടുത്താണല്ലോ, എഴുതിയ മതിൽ മായ്ച്ച് അന്ന് രാത്രി തന്നെ മറ്റൊരു കക്ഷി ചുമരെടുത്ത് നടത്തുന്ന ഒരു രീതി ജനാധിപത്യത്തെ ഏത് നിലയിലാണ് ഇവർ കാണുന്നത് എന്നതിൻ്റെ തെളിവായി നമ്മുടെ മുമ്പിൽ ഉള്ളതാണ്. ബോർഡ്, പോസ്റ്റർ ഇതെല്ലാം കെട്ടിയാൽ അതെല്ലാം അന്ന് തന്നെ നശിപ്പിക്കുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. ലക്ഷങ്ങളും കോടികളും മുടക്കിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊന്നും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. നിങ്ങൾ ചുമരെഴുത്തുകളുടെ എണ്ണം പരിശോധിച്ചാൽ, പോസ്റ്റർ ബോർഡ് വെച്ചതിൻ്റെ എണ്ണം പരിശോധിച്ചാൽ വലിയ ഹോർഡിങ്സുകളാണ് എതിർഭാഗം ഈ മണ്ഡലത്തിലാകെ ഉയർത്തിയത് എന്നത് നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പം ആ നിലയിലൊന്നും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. വളരെ പരിമിതമായ തോതിലുള്ള പ്രചരണം ജനങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യമെത്തിക്കാനും സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താനും സാധിക്കത്തക്ക രീതിയിലുള്ള പരിമിതമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സ്ഥാപിക്കാനുള്ള പരിശ്രമം പോലും തടയുന്ന നിലയിലേക്ക്, അതിൻ്റെ സ്ഥലം അനുവദിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുന്ന നിലയിലേക്കുള്ള സംഭവങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. പോളിംഗ് കഴിഞ്ഞ ദിവസം വീടാക്രമിക്കുക, കാറ് കത്തിക്കുക തുടങ്ങിയ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായി എന്നത് നമ്മളെല്ലാം കണ്ടതാണ്. 10-20ഓളം വീടുകൾക്ക് ഇപ്പോൾ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടാണുള്ളത്. ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം വോട്ടെണ്ണി കഴിഞ്ഞാൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകും എന്നെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പ്രതീക്ഷിച്ച രീതിയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നത് കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടായി എന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായിരുന്നില്ല എങ്കിൽ അതിശക്തമായ അതിവ്യാപകമായ അക്രമ സംഭവങ്ങൾ കൗണ്ടിങ്ങിന് ശേഷവും മണ്ഡലത്തിലുണ്ടാകുമായിരുന്നു. പക്ഷേ ഭരണമാറ്റം ഉണ്ടായപ്പോൾ പഴയതുപോലെ പോലീസിന്റെ സംരക്ഷണം ലഭിക്കാനിടയില്ല എന്ന് കണ്ടതുകൊണ്ടോ മറ്റോ ആകാം ആ നിലയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പൂർണ്ണമായി അത്തരം നീക്കങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മളെല്ലാം കരുതിയിരിക്കേണ്ടതാണ്. ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രവർത്തനം അനുവദിക്കാത്ത നിലയിലേക്ക്, അതൊരു ഫാസിസ്റ്റ് രീതിയാണ്, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നത്. ആ രീതിയിലേക്കാണ് പോയത്. പലയിടത്തും വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഈ പയ്യന്നൂരിലെ വിജയമെന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിജയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു.
മാറ്റമുണ്ടാക്കാൻ കഴിയില്ലെങ്കിലും ഭൂരിപക്ഷം കുറക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പോളിംഗ് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ ഒരു വിജയപ്രതീക്ഷ ഉണ്ടായി. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ആ വിജയപ്രതീക്ഷ ശരിയായിരുന്നുവെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ 7,487 വോട്ടിന് വിജയിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ആ പരാജയത്തിൻ്റെ കൂടി ഇത്രത്തോളം വലിയ പരാജയം ഉണ്ടാകുമെന്ന് അവരാരും കരുതിയിരുന്നില്ല. അവരും കരുതിയത് ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ ചെറിയ കുറവുണ്ടായേക്കാം എന്നത് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് പിന്നീട് ഈ അക്രമ സംഭവങ്ങൾ കുറയാൻ ഇടയായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഇവിടെ മതിലിൻ്റെ കാര്യം ജയരാജൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചുമരെഴുന്നതിന് വേണ്ടി അനുവദിച്ചതിൻ്റെ പ്രതികാരം എന്ന നിലയിലാണ് പോളിംഗ് കഴിഞ്ഞ ദിവസം രാത്രി ഈ മതിൽ തകർത്ത. ഈ മതിൽ മാത്രമല്ല, എൻ്റെ സ്വന്തം മതിൽ തകർത്തിട്ടുണ്ട്. എൻ്റെ ഒരു പച്ചക്കറി ഷെഡ് തീ വെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഈ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഒരു സർക്കാർ ജീവനക്കാരൻ, അയാൾ പരസ്യമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊന്നും വന്നതല്ല. പേരൂല്, എരമംകുറ്റൂർ പഞ്ചായത്തിൽ പേരൂല്, അയാള് സ്ഥിരമായി വാട്സപ്പിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് എത്രയോ വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളൊരു വാട്സപ്പിൽ കുറിപ്പിട്ടു എന്നതിന്റെ പേരിൽ അയാളുടെ കാറ് കത്തിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അയാളുടെ കാറ് കത്തിച്ചു, കത്തിക്കാൻ ശ്രമിച്ചു. ഈ നിലയിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം കരുതിയിരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മതിൽ നിർമ്മാണം അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ രാവിലെ ഇവിടെ വന്നു സന്ദർശിച്ചു. ഈ മതിൽ ഞങ്ങൾ കെട്ടിത്തരും എന്ന് ഇതിൻ്റെ ഉടമകളോട് പറഞ്ഞു. അവർ അത് സ്വീകരിക്കുകയും ചെയ്തു. ഇത് താമസിച്ചത് ഇതിൻ്റെ ഫലമൊക്കെ വരട്ടെ, തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വരട്ടെ എന്ന നിലയിലാണ് ഇത് താമസിച്ചത് എന്ന് മാത്രമല്ല, ഇതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ അവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടിയന്തരമായും ഈ 22 FIR രജിസ്റ്റർ ചെയ്തതിൽ ഒരു FIRലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ബാക്കി 21 കേസിലും ഒരാളെ പോലും പിടിക്കാൻ പോലീസ് ആളെ അറിയാത്തത് കൊണ്ടല്ല, രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി, ഭരണസ്വാധീനത്തിന്റെ ഭാഗമായി പോലീസിനെ ഭീഷണിപ്പെടുത്തി പോവുകയാണ്. അപ്പോൾ ആ നിലയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇത് അടിയന്തരമായും ഇതൊരു ഒളിച്ച ആളുകളെ കണ്ടെത്തി, സൂചനകളെല്ലാം പോലീസിന്റെ മുമ്പിലുണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും പോലീസ് അനങ്ങുന്നില്ല എന്നതാണ്. അതങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏതായാലും പോലീസ് നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ അന്ന് ഇതിന്റെ ഉടമകളോട് പറഞ്ഞ രീതിയിൽ തന്നെ ആ വാഗ്ദാനം നിറവേറ്റുകയാണ്. ഈ മതിൽ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ വിജയാഹ്ലാദത്തിന്റെ ഭാഗമായിട്ട് ഒരു പായസ വിതരണവും ഇതിൻ്റെ കൂടെ നൽകുക എന്നത് കൂടി ആണ് തീരുമാനിച്ചത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മതിൽ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം അഭിവാദ്യം.